ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മീനു നേരത്തെ ഓഫീസിൽ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പം അമ്മേ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഉണ്ട് മോളെ, ഞാൻ അവിടെ നിനക്കുള്ള ആഹാരം ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട്, ദാ ഞാൻ അങ്ങോട്ട് വരിക എന്നപ്പോൾ ഗോമതി പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങോട്ട് മിത്രയും ഗോമതിയും എല്ലാവരും വരിക. നിനക്കുള്ള ആഹാരം ഞാനിവിടെ ഉണ്ടാക്കി അടച്ചു വെച്ചതായിരുന്നേ, ഞാൻ നിന്നോട് പറയുകയും ചെയ്തു, മോളെ നീ ആഹാരം എടുത്ത് കഴിക്കണോന്ന് വിളിച്ച് പറയുകയും ചെയ്തതല്ലേ, നീ കേട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അപ്പുറം ഇരുന്ന് സുകന്യ ആഹാരം കഴിക്കാണ് കേട്ടോ. അപ്പോൾ സുകന്യ പറയും, അത് ഞാൻ കഴിച്ചു ചേച്ചി. നീ കഴിച്ചോ? അയ്യോ സുകന്യ, അത് ഞാൻ മീനുവിനായിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇന്ന് മീനുവിനെ നേരത്തെ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഓ, അത് എനിക്കറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനെടുത്ത് കഴിച്ചു. അപ്പം മിത്ര പറയും, സുകന്യ ചേച്ചിക്ക് അതെടുത്ത് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിക്കത്തില്ലായിരുന്നോ? അതെന്നെ മിത്രേ അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് എടുത്ത് കഴിച്ചത്. സാരമില്ല, വിട്ടേക്ക് സുകന്യ, ഒരബദ്ധം പറ്റിയതല്ലേ എന്നപ്പം ഗോമതി പറയും. സുകന്യക്ക് ഒരബദ്ധവും പറ്റിയിട്ടില്ല, ഞാൻ എടുത്ത ആഹാരം കഴിച്ചതേ ഗോമതി ചേച്ചി പറഞ്ഞിട്ടാ. മോളെ കഴിക്കുന്ന ചേച്ചിയെ പറഞ്ഞു, ഞാൻ എടുത്ത് കഴിച്ചു. തെറ്റെൻ്റെ അല്ല. ഗോമതി ചേച്ചിക്ക് എവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേ. ചേച്ചിക്ക് പേരെടുത്ത് വിളിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുവേ. സമ്മതിച്ചു, തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്. മീനു ആഹാരം എടുത്ത് കഴിക്കുക എന്നാ ഞാൻ പറയാൻ വന്നേ, പക്ഷേ പെട്ടെന്നൊരു തുമ്മൽ വന്നു, അതുകൊണ്ട് മീനു എന്ന് പറയാൻ പറ്റില്ല. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് ഇപ്പം മിത്രയ്ക്ക് മനസ്സിലായല്ലോ എന്ന് മിത്രയോട് ചോദിക്കും. ചേച്ചി സമ്മതിച്ചു, ഇനി അത് വിട്ടേക്ക് എന്ന് മീനു അപ്പം പറയും. ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട അമ്മേ, ഞാൻ ഇറങ്ങുക, എനിക്ക് ഇനി നിന്നാൽ ലേറ്റ് ആവും. അത് സാരമില്ല അമ്മേ, ഞാനൊന്നും കഴിക്കാതെ പൊക്കോളാം, അത് കുഴപ്പമില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, 9 മണിക്ക് എനിക്ക് എത്തണം. ഇനിയും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകും അമ്മേ, അത് അതിലും വലിയ പ്രശ്നമാകും. എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലെന്നേ, ഞാൻ അത്ര ക്ഷീണം വന്നാൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് ഗോമതിയോട് പറയൂ കേട്ടോ. എന്നിട്ട് മീനു അവിടെ നിന്ന് പോകും. മോളെ, ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് നീ പോ എന്ന് ഗോമതി പറയും. കഷ്ടമായി പോയല്ലോ മീനു എന്ന് പറഞ്ഞ് പിന്നാലെ പോകും. അപ്പം മിത്ര ചോദിക്കും, മീൻ ചേച്ചി ഒന്നും കഴിക്കാതെ പോയത്? അപ്പം സുകന്യ പറയും, ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നും കരുതി ആരും ചത്തൊന്നും പോകാൻ പോകുന്നില്ല. സുകന്യ ചേച്ചിക്കൊന്ന് ചോദിച്ചിട്ടെടുത്ത് കഴിച്ചുകൂടായിരുന്നോ? ചുമ്മാ എന്തെങ്കിലും കാണുമ്പോഴേ അങ്ങ് എടുത്ത് കഴിച്ചേക്കുക എന്നും പറഞ്ഞ് മിത്ര അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. അപ്പോൾ സുകന്യക്ക് ദേഷ്യം വരും. ഇവളാൾ കൊള്ളാലോ, ഇവക്കിട്ടൊരു പണി കൊടുക്കണം, ഇവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ആരുടെ ഭാഗത്താ തെറ്റ്? ഗോമതി ചേച്ചിയുടെ ഭാഗത്തല്ലേ തെറ്റ്? പേരെടുത്ത് അത്രയ്ക്ക് ഇതാണ് പറയണമായിരുന്നു, അതുകൊണ്ട് ഞാനെടുത്ത് കഴിച്ചു. എന്തായാലും ഈ മിത്ര ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവളുടെ കൊമ്പൊന്ന് ഉടയ്ക്കണം എന്നിങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മിത്രയാണെങ്കിൽ അവളുടെ ഷൂസൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് അവിടെ ഇരിക്കാം. അപ്പോൾ സുകന്യ ഇത് കാണുന്നുണ്ട്. അപ്പോൾ സുകന്യ മിത്രയുടെ അടുത്തേക്ക് വരിക. അല്ല മിത്രേ, എന്ത് ചെയ്യുക എന്ന് ചോദിക്കും. അതെ, സോറി എന്ന് വന്ന് സുകന്യ പറയും. മീനാക്ഷിക്കുള്ള ആഹാരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് കഴിച്ചേ എന്ന് സുകന്യ മിത്രയോട് പറയും. അറിയാതെയാണെങ്കിലും ഞാൻ കാരണമല്ലേ മീനാക്ഷിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകേണ്ടി വന്നത് എന്ന് പറയും. അതൊന്നും സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, അതവിടെ തീർന്നു എന്ന് മിത്രയപ്പം പറയും കേട്ടോ. ഇതെൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ മിത്രേ. ആരുടെയും മനസ്സ് ഞാൻ കാരണം വേദനിച്ചാൽ പിന്നെ എനിക്ക് ഒരു മനസ്സമാധാനവും കാണില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സോറി പറഞ്ഞേ. സാരമില്ല ചേച്ചി, അതൊക്കെ വിട്ടേക്ക്, അതവിടെ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോഴേ അറിയാതെ ഞാനും എന്തൊക്കെ പറഞ്ഞു പോയി എന്ന് മിത്ര പറയും. ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് മിത്രയും പറയും കേട്ടോ. അത് മീനുവിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ മിത്ര എന്നോട് ദേഷ്യപ്പെട്ടത്, അതെനിക്ക് മനസ്സിലാകും. നിങ്ങൾ തമ്മിൽ അത്ര സ്നേഹമാണല്ലോ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് മിത്ര ക്ഷമ ചോദിക്കൊന്നും വേണ്ട, ഞാൻ ക്ഷമ ചോദിച്ചോളാം. എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ? ഇല്ല ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഞാനിതിനെ ചേച്ചിയോട് പിണങ്ങുന്നത് എന്ന് ചോദിക്കും. ഇതെന്തിനാ ഷൂ ഒക്കെ വൃത്തിയാക്കി വെക്കുന്നത്? എനിക്ക് പ്രാക്ടീസ് എന്ന് അപ്പം പെട്ടെന്ന് പറയാൻ തുടങ്ങുവേ. അപ്പോഴത്തേക്കും നമ്മുടെ സുകന്യ ചോദിക്കും, പ്രാക്ടീസോ? പ്രാക്ടീസ് അല്ല ചേച്ചി, ഞാൻ എല്ലാ ദിവസവും ജോഗിങ്ങിന് പോകും, അന്നേരം ഇടുന്ന ഷൂസാ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി സമയം കിട്ടിയപ്പം അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. മിത്രമോൾ ഒരു ദിവസം പോലും ജോഗിങ് മുടക്കരുത് കേട്ടോ. ഇല്ല ചേച്ചി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ഇല്ലെന്നേ, സത്യമായിട്ടും എനിക്ക് ഒരു പിണക്കവും ഇല്ല. എന്നാൽ ശരി, മോളുടെ ജോലി നടക്കട്ടെ, എനിക്കും ഇച്ചിരി പരിപാടിയുണ്ട്, ഞാനിന്ന് റൂമിലോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് പോവുക. സുകന്യ ചേച്ചി ഇത്രയും പാവമായിരുന്നോ, ഇത്രയ്ക്ക് പെട്ടെന്നൊരു മനംമാറ്റം എന്ന് അപ്പം മിത്ര മനസ്സിൽ പറയുവാണേ. അപ്പം സുകന്യാണെങ്കിൽ അവിടെ നിന്ന് മാറി നിന്നിട്ട് പറയാം, നീ എന്നെപ്പറ്റി നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ സുകന്യ അത്ര പാവമൊന്നും അല്ലടി, എന്നെ വേദനിപ്പിച്ചവരൊന്നും സമാധാനത്തോടെ ജീവിക്കാൻ ഈ സുകന്യ അനുവദിക്കേയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണേ. നമ്മുടെ മിത്ര അവളുടെ ജോലി ചെയ്യുകയും ചെയ്യാണ് കേട്ടോ.
ഷൂസൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ സുകന്യാണെങ്കിൽ ഒരു കത്തിയൊക്കെ എടുത്തോട്ട് അങ്ങോട്ട് വരിക. മിത്ര ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ്, ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. മിത്ര ഒന്ന് മാറി കഴിയുമ്പോഴേ അവളുടെ ഷൂസ് കീറി കളയാനാണ് സുകന്യയുടെ പ്ലാന്. അതേസമയം നമ്മുടെ മിത്രയാണെങ്കിൽ സുകന്യയുടെ കണ്ണൊക്കെ വെട്ടിച്ചോ ഒരു വിധത്തിൽ ആ ഷൂസും എടുത്ത് അവിടുന്ന് പുറത്ത് കിടക്കുവാണേ. അപ്പോൾ ആരും ചോദിക്കും, എന്താ ഇന്ന് ലേറ്റ് ആയതോ? ആ സുകന്യ ചേച്ചിയുടെ കണ്ണ് വെട്ടിച്ചോ ഒന്ന് പുറത്ത് കിടക്കാനാണ് ഏറ്റവും പാട്. സൂക്ഷിക്കണേ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടെത്തും. അതുമാത്രമല്ല അച്ഛൻ്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്യും. അതെനിക്കറിയാം, ഞാൻ സൂക്ഷിച്ചോളാം, ആരും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് മിത്ര പറയൂട്ടോ. എന്താ എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? ഒരു ടെൻഷനും ഇല്ല. അല്ല, ഈ ലെറ്റർ വന്നായിരുന്നോ നിനക്ക്? വന്നു. ഫിസിക്കൽ ടെസ്റ്റിന് സെലക്ട് ആയെന്ന് അറിയിച്ചുകൊണ്ടുള്ള ലെറ്ററാണ് വന്നത്. ഇനി ഒരു ലെറ്ററും കൂടി വരും. അല്ല, അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്ന് പറയാം. നമ്മളെ ഇങ്ങനെ പ്രാക്ടീസ് ഇവിടെ മാത്രം ചെയ്താൽ പോരാ. ഇവിടെ എന്താ കുഴപ്പം? ഈ ഗ്രൗണ്ടിൽ മാത്രം ചെയ്താൽ പോരെ എന്ന് മിത്രയപ്പോൾ ചോദിക്കും. പോരാ, നമുക്കൊരു ട്രെയിനിങ് സെൻറ്റർ കണ്ടുപിടിക്കണം. ട്രെയിനിങ് സെൻറ്ററോ? ആരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ മിലിറ്ററി ചേരുന്നവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന പ്രൈവറ്റ് സെക്ടർ ഇല്ലേ, അതുപോലത്തെ ഒന്ന്? അതൊക്കെ വലിയ ചിലവാ ആര്യ. അതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഇവിടെയൊക്കെ ട്രെയിനിങ് മതിയെന്നേ. നോക്കാനൊന്നുമില്ല. എല്ലാ ദിവസവും ഈ ഗ്രൗണ്ടിൽ വന്ന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും, അത് മതി. അല്ലാതെ അത് വലിയ ചിലവൊന്നും എടുത്ത് ഇപ്പം തല വയ്ക്കാൻ നോക്കണ്ട ആര്യ. എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്ന് മിത്ര ആര്യനോട് പറയണം കേട്ടോ. അപ്പം ആര്യനാണെങ്കിലും മിത്രയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. ആര്യ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. വെറുതെ സ്പെഷ്യൽ ട്രെയിനിങ് എന്നും പറഞ്ഞ് കാശൊന്നും കളയാൻ നിൽക്കരുത്. ഞാൻ പോകത്തില്ല. ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റ് കിട്ടിയെങ്കിൽ കിട്ടിയാൽ മതി. എടോ, ആദ്യം ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ പോകത്തില്ല. നോക്കാം. താനിങ്ങനെ ആവശ്യമില്ലാതെ വാശി കാണിക്കാതെ നമുക്ക് നോക്കാന്നേ. വലിയ ചിലവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെയും കൂടി പോകാം എന്ന് ആര്യൻ ഇങ്ങനെ മിത്രയോട് പറയണേ കേട്ടോ. അതേസമയം ആര്യൻ്റെ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമാവുക. ശരി, ഇനി മുഖം വീർപ്പിച്ചിരിക്കേണ്ട എൻ്റെ മിത്രക്കുട്ടി. നമുക്ക് ഇവിടെ തന്നെ പ്രാക്ടീസ് നടത്തിയാൽ മതി, എങ്ങും പോവണ്ട. എന്നാൽ വേഗം റെഡിയാവ്, വേഗം പോയി ഓടാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. നമ്മളെ ആ സുഗിന ചേച്ചിൻ്റെ കണ്ണ് വെട്ടിച്ചോ ഒരു വിധത്തിലല്ലേ പുറത്ത് കടന്നത്, അതുകൊണ്ട് വേഗം ചെയ്യാൻ നോക്ക്. അയ്യോ ആര്യ, ഇത് നോക്കിക്കേ, എൻ്റെ ഷൂസ് നോക്കിക്കേ, കീറിയിരിക്കുന്നു എന്ന് പറയാം. ഒരു കുഴപ്പമില്ലാതെ ഇരുന്നതാ, ഇതെങ്ങനെ ഇങ്ങനെ ഇളകി കീറിയിരിക്കുന്നേ? ഒരു കുഴപ്പമില്ലായിരുന്നേ. നോക്കിക്കേ ആര്യ എന്ന് പറയാം. ഞാൻ ഇന്നും കൂടി ഇതെടുത്ത് വൃത്തിയാക്കി വെച്ചതാ. അതേസമയം അവിടെ എന്താ നടന്നതെന്നാട്ടോ പിന്നീട് കാണിക്കുന്നേ. നമ്മുടെ സുകന്യ ഒരു വെട്ടുകത്തിയൊക്കെ എടുത്തു വന്ന് മിത്രയുടെ ഷൂസ് ഇളക്കി പറിച്ച് കീറിയിട്ടതാണ് കേട്ടോ. ഇതാരും കട്ട് ചെയ്തതൊന്നുമല്ല, ഇതിൻ്റെ ഒട്ടിപ്പിളകിപ്പോയതാ എന്ന് മിത്ര തന്നെ പറയും. ഷെടാ, ഇനിയിപ്പം പുതിയ ഷൂ വാങ്ങാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രാക്ടീസ് മുടക്കണ്ട. അല്ല, അതിന് ഷൂ ഇല്ലല്ലോ, താൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? കാല് വേദന എടുക്കില്ലേ? അത് സാരമില്ലെന്നേ, ചെരുപ്പിട്ട് ഓടാലോ. എടോ, ചെരുപ്പിട്ട് ഓടിയാൽ തൻ്റെ കാല് പൊട്ടും എന്ന് ആര്യം പറയും. കാലൊന്നും പൊട്ടില്ല എൻ്റെ ആര്യ, പറയുന്ന മനസ്സിലാക്കുക. നമുക്ക് പുതിയ ഷൂ മേടിക്കാം. ഞാൻ ഇന്ന് തന്നെ മേടിച്ച് തരാം. പുതിയ ഷൂ മേടിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ മതി. പ്രാക്ടീസ് മുടക്കാൻ എന്തായാലും പറ്റില്ല. നമ്മൾ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നല്ലേ. അതുകൊണ്ട് നമുക്ക് മുടക്കാൻ പറ്റില്ല. ഷൂ നശിച്ചു പോയതിൻ്റെ പേരിലെ പ്രാക്ടീസ് മുടങ്ങിയാലേ നമ്മളാണ് തോറ്റുപോകുന്നത്. ഷൂ ഇല്ലെങ്കിൽ ഈ ചെരുപ്പുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഓടും. അതാണ് ഹീറോയിസം. ആകാശത്തോടി പോകുന്ന പണി ഏണി പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ താൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരു പണിയും കിട്ടില്ല. എൻ്റെ കാലുകളെ ഡബിൾ സ്ട്രോങ്ങാ. ഇതാ കൊണ്ടോ, ഞാനിപ്പോൾ തന്നെ ഓടി കാണിക്കാം. ചെരുപ്പിട്ട് ഓടിയാലൊന്നും എൻ്റെ കാലുകൾ പൊട്ടാൻ പോകുന്നില്ല എൻ്റെ ആര്യ എന്ന് പറയും. എങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട, താൻ ഓടിക്കോ. തനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ പ്രാക്ടീസ് തുടങ്ങാലോ അല്ലേ? ഉറപ്പായിട്ടും. ശരി, എന്നാൽ ഞാൻ ടൈമറൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓടിക്കോ എന്ന് ആര്യനപ്പം മിത്രയോട് പറയാം. മുന്നോട്ട് തന്നെ സ്റ്റാർട്ട് പറഞ്ഞോ, ഞാൻ ഇപ്പം തന്നെ ഓടുക എന്നും പറഞ്ഞ് മിത്ര ഓടും കേട്ടോ. പക്ഷെ ചെരുപ്പിട്ട് ഓടിയിട്ട് മിത്രയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ട്. അതേസമയം രാത്രിയിൽ നമ്മുടെ ദേവമംഗലത്ത് ആര്യനാണെങ്കിലും മിത്രയും കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ആര്യൻ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. മിത്രയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് ആര്യൻ ഇങ്ങനെ പറയാം. ഇത്ര നോക്കിയിട്ടും അങ്ങ് സെറ്റാവുന്നില്ല. എന്തു പറ്റിയെന്ന് ഓർമ്മയും കിട്ടുന്നില്ല. ഈ ലോഡൊക്കെ എപ്പോൾ കൊടുത്തതാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ ആര്യന് ഇക്കിളെടുക്കുവാണ്. അപ്പം മിത്ര ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റി? താൻ കുറച്ച് വെള്ളം അങ്ങ് എടുത്തേ എന്ന് മിത്രയോട് ആര്യം പറയൂട്ടോ.
അപ്പം നമ്മുടെ മിത്ര വെള്ളമൊക്കെ എടുത്ത് ആര്യൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. എന്ത് പറ്റി ആര്യ, പെട്ടെന്ന് ഒരു ഇക്കിളൊക്കെ വരാൻ എന്ന് ചോദിച്ചു. അറിയില്ലടോ, പെട്ടെന്നങ്ങ് വന്നതാ. ഇപ്പം ശരിയായി, താങ്കൾ തന്ന വെള്ളം കുടിച്ചപ്പം എന്ന് പറയേ. അതേസമയം മിത്ര ഈ കാലിന് നല്ല വേദനയുണ്ട്. പയ്യെ പയ്യെ ചട്ടിയാട്ടോ നടക്കുന്നേ. നമ്മുടെ ആര്യൻ അപ്പോഴാട്ടോ അത് ശ്രദ്ധിക്കുന്നേ. എടോ, കാലിന് നല്ല വേദനയുണ്ടല്ലേ, താനൊന്ന് എഴുന്നേറ്റെ, ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് എഴുന്നേക്ക് എന്ന് മിത്രയോട് പറയണേ. അപ്പം മിത്ര പയ്യെ എഴുന്നേക്കും. എന്നിട്ട് പറയും, ഇങ്ങോട്ടൊന്ന് നടന്നേ, എൻ്റെ അടുത്തോടൊന്ന് നടന്നു വന്നേ. അപ്പം മിത്രയ്ക്ക് മനസ്സിലാവും ആര്യൻ തൻ്റെ കാല് ശ്രദ്ധിച്ചെന്ന്. ഒന്ന് നടക്കുക. അപ്പം വലിയ കുഴപ്പമില്ലാത്തതിലൊക്കെ നമ്മുടെ മിത്ര നടക്കും. പക്ഷേ പയ്യെ പയ്യെ ചട്ടിയാണേ നടക്കുന്നത്. സോ ഇതായല്ലേ ഹീറോയിസം എന്ന് ആര്യൻ ചോദിക്കും. കാലിന് ഒരു കുഴപ്പമില്ല, കണ്ടാലും മനസ്സിലാവും, പണി കിട്ടിയില്ലേ ചെറുതായിട്ട് എന്നപ്പം മിത്ര പറയും, സാരമില്ല, ഞാൻ നോക്കട്ടെ കാല് എന്ന് പറഞ്ഞ് ആര്യൻ മിത്രയുടെ അടുത്തേക്ക് വരിക. സാരമില്ലെന്നേ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, എടോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രയുടെ കാലെടുത്ത് ആര്യൻ നോക്കുക. അപ്പം കാൽപാദം എല്ലാം നല്ല ചുമന്ന് കിടക്കുകയാണേ. അയ്യോ, ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ എന്നപ്പം ചോദിക്കും. പയ്യെ ആര്യ എന്നപ്പം മിത്ര പറയും, എടോ ഞാൻ പറഞ്ഞതല്ലേ ചെരുപ്പിട്ട് ഓടരുതെന്ന്. സാരമില്ല, ഈ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ, ആരും ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട, നല്ല വേദന ഉണ്ടാവുമല്ലോ. നല്ല നീറ്റലുണ്ട്, വേദനയൊന്നും അങ്ങനെ ഇല്ല. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ എന്ന് ആര്യ വീണ്ടും ചോദിക്കും. അത് പിന്നെ ആര്യനോട് സങ്കടം ആവണ്ടെന്ന് കരുതിയിട്ടാ എന്ന് പറയും. ഞാൻ എന്തായാലും തനിക്ക് ഓയിൽമെൻറ്റ് ഇട്ട് തരാം എന്ന് പറയും. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എൻ്റെ ആര്യ, എനിക്ക് വലിയ കുഴപ്പമില്ല, ഇത് നേരം വെളുക്കുമ്പോഴത്തേക്ക് ശരിയാകൂന്നേ എന്ന് മിത്ര പറയും കേട്ടോ. അത് കുഴപ്പമില്ല എന്ന് ഞാനാ തീരുമാനിക്കണ്ടേ, നീ കാലിങ്ങ് നീട്ടിക്കേ, എന്തായാലും ഇത് മരുന്നിടാം, നാളെ ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാകും എന്ന് പറയും. അപ്പോഴത്തേക്കും ആര്യന് ഓയിൽമെൻറ്റ് തേക്കുമ്പം നമ്മുടെ മിത്രയ്ക്ക് നല്ല നീറ്റൽ വരികയാണേ. അയ്യോ ആര്യ, എനിക്ക് നന്നായിട്ട് നീറുന്നുണ്ട് എന്ന് പറയാം. ഇതേ തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നീറ്റലുണ്ടാവും, എന്നാലും സാരമില്ല, മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്ന് പറയാം. അതെ, ആ ഷൂ നശിച്ചു പോയില്ലേ എന്ന് ചോദിക്കുക. അതിനെന്താ, നമുക്ക് പുതിയൊരു ഷൂ മേടിക്കാലോ എന്ന് പറയാം. എങ്ങനെ മേടിക്കും, അതിന് ഭയങ്കര വിലയല്ലേ, ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫീസ് ഈ മാസം അവസാനമേ കിട്ടത്തുള്ളൂ എന്ന് മിത്ര പറയും. നല്ലൊരു ഷൂവിന് 2000 രൂപയ്ക്ക് എങ്കിലും ആകും. ട്യൂഷൻ ഫീസ് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഷൂ മേടിക്കാം, അതുവരെ തൽക്കാലം നമുക്ക് പ്രാക്ടീസ് വേണ്ട എന്ന് മിത്ര പറയും. പ്രാക്ടീസ് മുടക്കാനൊന്നും പറ്റില്ല, ഒരു ഷൂ അല്ലേ, അത് ഞാൻ മേടിച്ച് തരാം. ഷൂ മേടിക്കാൻ കുട്ടികളുടെ ഫീസ് കിട്ടാൻ താൻ കാത്തിരിക്കുമെന്നും വേണ്ട, നമുക്കൊരു ഷൂ മേടിക്കാം. വേണ്ട ആര്യ, അത് സാരമില്ലെന്നേ. അതെന്താ വേണ്ടാത്തേ എന്ന് അപ്പം ആര്യൻ ചോദിക്കും. അതല്ല, ഏതല്ല, നീ എന്താ ഈ പറയാൻ വരുന്നത്? ആര്യൻ്റെ ശമ്പളം കിട്ടാൻ ഇനിയില്ലേ 10-15 ദിവസം, അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അത് സാരമില്ല, നമുക്ക് അഡ്വാൻസ് ചോദിക്കാം. ഇപ്പം തന്നെ ഒരുപാട് പൈസ അഡ്വാൻസ് വാങ്ങിയിട്ടില്ലേ? അന്ന് ടെസ്റ്റ് എഴുതാൻ തിരുവനന്തപുരത്ത് പോയതിനൊക്കെ ആരും തന്നെയല്ലേ ചിലവാക്കിയത്? അന്നൊക്കെ അത്യാവശ്യം നല്ല തുകയായെന്ന് എനിക്കറിയാം. ഇനിയും അഡ്വാൻസ് പൈസ ചോദിച്ചാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അത് സാരമില്ലടോ, അത്യാവശ്യത്തിനല്ലേ, ഇനിയും അഡ്വാൻസ് തരാൻ പറ്റില്ലെന്നൊക്കെ കമ്പനിയിൽ നിന്ന് പറയുമായിരിക്കും. അത് സാരമില്ല, ഞാൻ എങ്ങനെയും അഡ്വാൻസ് വാങ്ങിച്ചെടുത്തോളാം എന്ന് ആര്യം പറയും. അതൊന്നും വേണ്ട, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഷൂ മേടിക്കുന്നത് ശമ്പളം കിട്ടിയിട്ട് മതി, അതുവരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ട. എനിക്ക് ഷൂ മേടിക്കാൻ വേണ്ടി ആരുടെ മുന്നിൽ കെഞ്ചുന്നത് എനിക്കിഷ്ടമല്ല. എടോ, പറയുന്നൊന്ന് മനസ്സിലാക്കുക, പ്രാക്ടീസ് എന്തായാലും മുടക്കാൻ പറ്റില്ല, 2 ദിവസം കൊണ്ട് ഈ മുറിവ് ഉണങ്ങും, അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടീസ് തുടങ്ങാലോ. അതിനു മുൻപേ തനിക്കൊരു പുതിയ ഷൂ മേടിക്കണം. അതൊക്കെ ഞാൻ സമ്മതിച്ചാര്യ, പക്ഷേ ആരിൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ, അതെനിക്കറിയാം. കടം വാങ്ങിക്കൊണ്ട് വരുന്ന പൈസ കൊണ്ട് ഷൂ മേടിച്ചുകൊണ്ട് വന്നാലേ ഞാനത് ഇടില്ല, ഉറപ്പുള്ള കാര്യം കേട്ടോ അത് എന്ന് പറയാം. എടോ, താനിങ്ങനെ വാശി പിടിക്കാതെ, ഇത് നമ്മളൊരു അത്യാവശ്യ കാര്യത്തിനല്ലേ ആര്യ, എനിക്ക് വേണ്ടി ആരും കടം വാങ്ങുന്നത് ഞാൻ സമ്മതിക്കില്ല, അതെൻ്റെ വാശി തന്നെയാണ്. ആരും എനിക്ക് വേണ്ടി ആരുടെ മുന്നിൽ കെഞ്ചാനും താഴാനും ഒന്നും പോകണ്ട, അതൊന്നും എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ചെറിയ സങ്കടം അല്ലേ. ട്യൂഷൻ ഫീസ് ഈ മാസം കിട്ടുമല്ലോ, അപ്പം നമുക്ക് മേടിക്കാം, അല്ലെ ആര്യന് ശമ്പളം കിട്ടട്ടെ. അപ്പം ആര്യനും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് മിത്ര പറയും, ഓയിൽമെൻ്റൊക്കെ തൂത്തപ്പോഴേ വേദന കുറഞ്ഞ ആര്യ, അപ്പോൾ ഇനി 10-15 ദിവസത്തേക്ക് പ്രാക്ടീസ് ഇല്ലെന്നങ്ങ് ഉറപ്പിച്ചല്ലേ. ഭർത്താവ് കടം വാങ്ങുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പ്രാക്ടീസും ഇല്ല എന്ന് നമ്മുടെ മിത്ര പറയട്ടോ. അപ്പം ആര്യന് അത് കേൾക്കുമ്പോൾ ചിരി വരെ.
ശമ്പളം കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയി നല്ലൊരു ഷൂ മേടിക്കാം. അത് മതി. അത് പോരെ ആര്യ, അതാ നല്ലത്. വെറുതെ എന്തിനാ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് നമ്മുടെ ആര്യൻ അവനോട് മിത്ര പറയുവാണ്. അതേസമയം സുഗന്യ പിറ്റേ ദിവസം രാവിലെ തന്നെ മാസികയൊക്കെ വായിച്ച് നമ്മുടെ ദേവിക്ക് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് മിത്ര പതിയെ ചട്ടി വരുന്ന കാണുന്നത്. അപ്പം മിത്ര അങ്ങനെ ചട്ടി നടക്കുന്നത് സുകന്യ ശ്രദ്ധിക്കും കേട്ടോ. ഇവളുടെ കാലിന് ഇത് എന്ത് പറ്റി എന്നപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുവാണേ. അപ്പോഴേ മീനും ദേവിയൊക്കെ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ദേവി ചോദിക്കുന്നു, നിൻ്റെ കാലിന് ഇത് എന്ത് പറ്റി? അത് ചെരുപ്പിട്ട് ഓടിയിട്ട് കാല് പൊട്ടിയതാ. നിനക്ക് ഷൂ ഉണ്ടല്ലോ, പിന്നെ ഇതിനെ ചെരുപ്പിട്ട് ഓടാൻ നിന്നേ. അത് റണ്ണിങ് ഷൂസിൻ്റെ അടിഭാഗം ഇളകിപ്പോയി. ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് കണ്ടത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സുകന്യക്ക് സന്തോഷം വരിക. ചെരുപ്പിട്ട് ഓടരുതെന്ന് ആരും വിലക്കിയതാ. പ്രാക്ടീസ് മുടക്കണ്ടെന്ന് വെച്ച് ഞാനത് കേട്ടില്ല, അതാ ഇങ്ങനെ ആയത്. ഇപ്പം കാലിന് പണിയും കിട്ടി. കാലിന് നല്ല വേദനയുണ്ടോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ പ്രാക്ടീസ് മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് ദേവി ചോദിക്കും. പുതിയ ഷൂ മേടിച്ചാൽ പ്രാക്ടീസ് തുടരാം, പക്ഷെ പുതിയ ഷൂ ഇനി അടുത്ത മാസം മേടിക്കാൻ പറ്റൂ. അപ്പോഴേ ആരിന് ശമ്പളം കിട്ടൂ എന്നും പറയാം. അപ്പം സുകന്യ പറയും, മാക്സിമം 2000 രൂപ വിലയുള്ള ഷൂ വാങ്ങാൻ ഭർത്താവിന് ശമ്പളം കിട്ടുന്നതും കാത്തിരിക്കുന്ന ഭാര്യ. അപ്പം ദേവി പറയും, 2000 രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നും അല്ല സുകന്യേച്ചി എന്ന് ദേവി പറയും. 2000 തുക എനിക്ക് നിസ്സാര തുകയാണ്. വേണമെങ്കിൽ ഷൂ മേടിക്കാമെങ്കിൽ ഞാൻ 2000 രൂപ കടമായിട്ട് തരാം എന്ന് സുകന്യ പറയേ. അപ്പം ദേവി പറയും, ചേച്ചി മിത്ര നമ്മുടെ അനീത്തിയല്ലേ? അല്ല, കടമായിട്ട് കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് മിത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ വരില്ലേ? ഔദാര്യമായിട്ട് ഞാൻ കൊടുത്ത പോലെ ആകില്ലേ? അതുകൊണ്ടാണ് കടമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ദേവി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പം മിത്ര പറയും, കടമായിട്ടും വേണ്ട ഔദാര്യമായിട്ടും വേണ്ട, തൽക്കാലം ഒരു ഷൂ ഒക്കെ എനിക്ക് മേടിക്കാൻ പറ്റാം. കുറച്ച് കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവരുടെ ഫീസ് കിട്ടുമ്പോഴോ ആരിൻ്റെ ശമ്പളം കിട്ടുമ്പോഴോ ഞാനൊരു പുതിയ ഷൂ മേടിച്ചോളാം. അതിന് സുകന്യേച്ചി ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് മിത്ര അവിടെ നിന്ന് പോവാം. അപ്പം ദേവിക്കും സങ്കടം വരും കേട്ടോ, മിത്രയുടെ നടപ്പൊക്കെ കാണുമ്പോഴേ. മിത്ര ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോകാനുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ദേവി എന്ന് ദേവിയോട് ചോദിക്കാം. അപ്പോൾ ദേവിക്കും ദേഷ്യം വരും. എല്ലാവരും അങ്ങ് വലിയ സീരിയസ് ആണല്ലോ. അപ്പോൾ ദേവി എന്ത് പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുകന്യാണെങ്കിൽ ദേവിനെ സോപ്പിടാനായിട്ടൊക്കെ തുടങ്ങുക. ദേവിയുടെ ഫ്രൂട്ട്സൊക്കെ എടുത്താൽ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തല്ലേ മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് എന്തൊരു സ്വഭാവം എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവി നിൽക്കുക. അതേസമയം മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഷൂ മനഃപൂർവ്വം അവർ മുറിച്ചെങ്ങാനും കളഞ്ഞതാണോ? അപ്പം അടുക്കള നിന്ന് ആലോചിക്കുന്നത്. അപ്പം ഗോമതി ചോദിക്കും, മനസ്സിവിടെ ഒന്നും അല്ലേ, എന്താ ആലോചിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പച്ചി. അങ്ങനെയല്ല, എന്തോ ഉണ്ട്. എന്താ കാര്യമെന്ന് പറ. സത്യമായിട്ട് ഒന്നുമില്ല അപ്പച്ചി. എന്തും ഇല്ലാതാണോ നീ ആലോചിച്ചുകൊണ്ടിരുന്നത്? ആരിനെക്കുറിച്ചാണോ? ഒന്ന് പോയേ അപ്പച്ചി, അതൊന്നുമല്ല. ഷെടാ, സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ഭാര്യ ചിന്തിക്കണ്ടേ? അല്ലേ പിന്നെ എങ്ങനെ ശരിയാകും? നിനക്കപ്പം എൻ്റെ മോനെപ്പറ്റി ചിന്തയൊന്നും ഇല്ലേ? അതെ, നീ ഇടയ്ക്ക് അവനെ വിളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ മിക്കപ്പോഴും ആരെ വിളിക്കാറുണ്ട്. വണ്ടി ഓടിച്ച് ബോറടിക്കുമ്പോഴേ എൻ്റെ കോള് വരുന്നത് ആരിനൊരു സന്തോഷമാണ്. ചെറുക്കൻ വണ്ടി ശ്രദ്ധയോടെ വേണം ഓടിക്കാൻ. വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങ് വിളിക്കരുത്. അതെ, ഞാൻ നോക്കിക്കോളാവേ എന്നപ്പം മിത്ര പറയും. അമ്പടി കേമി, ഇപ്പം അങ്ങനെയൊക്കെ ആയോ കാര്യങ്ങൾ എന്ന് ഗോമതി പറയേ. അങ്ങനെയൊക്കെ ആയോ അപ്പച്ചി എന്ന് മിത്രയും പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും